എല്ലാ മനുഷ്യർക്കുമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട ഈ വനത്തെ അല്ലെങ്കിൽ വനവിഭവങ്ങളെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടേണ്ടി വരുന്നത് അതിൻ്റെ പാർശ്വങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ മാത്രമാണ്. അവർ മാത്രമാണ് ഇതിനുവേണ്ടി പേ ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെയുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിമർശനം കൂടി ഇവരുന്നയിക്കുന്നുണ്ട്. താമസിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. കടൽ തൊട്ട് പുറത്ത് താമസിക്കുന്നതല്ല, കാടിന്റെ ഉള്ളിൽ താമസിക്കുന്ന മനുഷ്യർ, കേരളത്തിലെ ആദിമ നിവാസികൾ, അവരുടെ നിലപാട് എന്താണ്? അവർ കാട്ടിനകത്താണ്, മുഴുവൻ സമയം കാട്ടിനകത്ത് താമസിക്കുന്നവരാണ്. പുറത്ത് താമസിക്കുന്നവരെ പോലെ കുറച്ച് സമയം താമസിക്കുന്നവരോ അല്ലെങ്കിൽ കാടിന്റെ പുറത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്നവരല്ല. അവരെങ്ങനെയാണ് കാടിനെ കാണുക? കാട് എന്ന് പറയുന്നത് നാടല്ല, അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്. അവിടെ ധാരാളം ജീവജാലങ്ങളോടൊപ്പം അവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട്, അതിനോടൊപ്പം നമ്മുടെ രീതികളെ കൂടി കണ്ണ് ചേർത്തുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പാരസ്പര്യത്തോടുകൂടി മാത്രം ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കാടും കാടിനോട് ചേർന്ന സ്ഥലങ്ങളും. അവിടെ നമുക്ക് നഗരങ്ങളിൽ ജീവിക്കുന്ന പോലെ അവിടെ ജീവിക്കാനായിട്ട് ആവില്ല. ആ തരത്തിലുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അത് ആദ്യ തലമുറകൾക്കൊക്കെ അത് ഉണ്ടായിരുന്നു. ഇപ്പൊ ധാരാളമായ സമയത്ത് അവർ നെൽകൃഷി ചെയ്യുകയും രാത്രിയൊക്കെ അതിന് കാവൽ കിടക്കുകയും ആനക്കൂട്ടങ്ങൾ വരുന്ന സമയത്ത് പാട്ടക്കുട്ടിയെ മാറ്റുകയും ആനയ്ക്കും അത് മനസ്സിലാവും, അത് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല, അവർക്ക് അത് ഇഷ്ടാവില്ല, അവർ മാറിപ്പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള സഹവർത്തിത്വത്തിന്റെ ധാരാളം മാതൃകകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. ഇത് അതിൽ നിന്ന് മാറി നമ്മൾ അവരെ വെടിവെക്കുകയും പടക്കം പൊട്ടിച്ചെറിയുകയും അവരെ കൊല്ലാനായിട്ട് കെണികൾ ഒരുക്കുകയൊക്കെ ചെയ്യുന്ന തരത്തില് അവർക്ക് നമ്മുടെ സ്വഭാവം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ സ്വഭാവവും മാറും. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഗവേഷണമായിട്ട് ബന്ധപ്പെട്ട് 90കളുടെ ആദ്യകാലത്ത് കാട്ടിൽ പോകുന്ന സമയത്ത് ആനക്കൂട്ടങ്ങൾ ഉണ്ടാവും, അവരവിടെ ഭക്ഷണമൊക്കെയുണ്ടാവും, നമ്മൾ അപ്പുറത്തെ വശത്ത് നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടാവും, അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ തിരിച്ച് നമ്മുടെ ഇത് കഴിഞ്ഞ് അവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടാവും, തിരിച്ച് അവരും നമ്മളെ ഉപദ്രവിക്കാതിരിക്കുന്നുണ്ടാവും. ആ കാലം മാറിക്കഴിഞ്ഞു. ഇന്നിപ്പോ അങ്ങനെ പറ്റില്ല. ഇന്ന് കാട്ടിൽ അവര് നമ്മളെ കണ്ടാല് ഇങ്ങോട്ട് വരുന്ന ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടായി. ഈ മാറ്റം ഉണ്ടാവാൻ കാരണം നമ്മൾ അവരോട് ചെയ്ത വലിയ തോതിലുള്ള ക്രൂരതകളാണ്. അപ്പോ അതിന് തിരിച്ചു പിടിക്കുക എന്നല്ലാതെ കാടിനോടൊപ്പം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഭവത്തെ സംരക്ഷിക്കുന്ന സമയത്ത് അതിനോട് സെൻസിറ്റീവ് ആവുക, സെൻസിബിൾ ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.